കോഴിവളം നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്ത് തന്നെ ആയിരിക്കൂലേ? ആ, വെള്ളടിക്കാതെ ഉണ്ടല്ലേ? അപ്പൊ ഈ ചാണകം നിങ്ങൾ പണിക്കുന്നതാ? ആ, ഓ അതെയാ. അപ്പൊ തീറ്റപ്പുല്ല് വളർത്തുന്നത് തന്നെ അടക്കം മുളപ്പിക്കാൻ പറ്റല്ലേ? ഇത് നമ്മളെ വളപ്പില്ലേ, നാടൻ അല്ലേ? നാടൻ. നാടനാവും നല്ലത് അല്ലേ? കൊറേ കാലം കിട്ടും. ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകനായിട്ട് തന്നെ എനിക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്ത രീതിയിൽ കൃഷി ചെയ്ത് മാതൃകയാവുന്ന യുവ കർഷകനെയാണ്. അല്ല, ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ മാറ്റങ്ങൾ വരും. എല്ലായിനും പച്ചക്കറികളും വാഴയും ഇവിടെ വളർന്ന് പന്തലിക്കുകയാണ്. പൂർണ്ണമായിട്ടും ജൈവമാണ്. സാധാരണ ഇതിൽ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ മറ്റ് വളപ്രയോഗങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി വളരെ സമൃദ്ധമായിട്ട് തന്നെ ഇവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് നടത്തിയിട്ടുള്ളത്. അല്ല, ഇതുപോലത്തെ ഒരു സ്ഥലം നമ്മൾ ഇതുപോലെ കൃഷി യോഗ്യമാക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രയത്നം ഉണ്ടല്ലോ. വല്ലാതെ ഉണ്ട്. അതാണ് ഞാൻ മാറ്റങ്ങൾ അത്ഭുതം എന്ന് പറഞ്ഞത്. നേരത്തെ ഇങ്ങനെ വളരെ വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു. അതിന് മണ്ണിൽ പരിശോധന നടത്തി അതിന് ആവശ്യമായ വെള്ളം നൽകി ദൈനംദിനം അതിനെ സംരക്ഷിച്ചിട്ടാണ് ഇത്തരം ഒരു അത്ഭുത കൃഷി നടത്തിയിട്ടുള്ളത്. എല്ലാവർക്കും മാതൃകയായിട്ട് ഈ മാതൃകാ തോട്ടം വളരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇവർക്ക് വിദേശത്ത് നല്ല ജോലി ഉണ്ടായ ഒരാളാണ്, അതുപോലെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ ഇതുപോലെ കൃഷി മേഖലയിലേക്ക് തിരിയുന്നത്. അതൊരു മാതൃകയാക്കേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. അത് കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. അത് വെറുതെ വർത്തമാനത്തിൽ മാത്രം പറയുന്നതല്ല, പ്രയോഗത്തിൽ തന്നെ വരുത്തുകയാണ്. അങ്ങനെ ഒരു പരീക്ഷണം വരെ നടത്തിയിട്ടുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും വിജയനും ഈ ഫാമിനും നൽകുകയാണ്. ഓക്കെ, സംസ്ഥാന സർക്കാർ കേരളത്തിലെ 20 മികച്ച കർഷകർക്ക് വിദേശത്ത് പരിശീലനം നൽകുന്നതിന് വേണ്ടി ഇസ്രയേലിലേക്ക് പോകാനുള്ള ഒരു യാത്ര ചെയ്യാനും അവിടുത്തെ കൃഷി രീതി പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അതിന് അപേക്ഷ കൊടുക്കണമെന്ന് കൃഷി ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനദണ്ഡം ഏകദേശം 12 വർഷത്തോളം ഈ കൃഷിയിൽ ഏർപ്പെട്ട ആളായിരിക്കണം. ഗ്രാജുവേഷൻ വേണം. വയസ്സ് 50 വയസ്സിൽ കുറേ പാടില്ലെന്ന്. പക്ഷേ എൻ്റെ വയസ്സ് അതിക്രമിച്ചില്ല. കൃഷിയെപ്പറ്റി കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ശരി. കൂടെ ഗ്രാമീണ കലാസമിതി വിവിധ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾ ഏകദേശം 8ഓളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകം എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. കലയോടും കൃഷിയോടും എനിക്ക് പറ്റുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഞാൻ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ്. ഷോർട്ട് ഫിലിം കുറേ എണ്ണം ചെയ്തില്ലല്ലേ? ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. 8ഓളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്ന് എൻ്റെ പഠനത്തിന് ശേഷം കൽക്കത്തയിലേക്ക് പോകുന്നത് തന്നെ ഒരു സ്റ്റേജിൽ നിന്ന് കൂടെ ഗ്രാമീണ കലാസമിതിയിലെ ഒരു നാടകത്തിൻ്റെ സ്റ്റേജിൽ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം കുറേ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് 22 കിലോന്റെ ചാനലുണ്ട്. അതെയാ? 22 കിലോ എന്നെല്ലാം പറഞ്ഞാൽ വലുതായില്ലേ? രാവിലെ എത്ര മണി മുതൽ തുടങ്ങും? അതെയാ? നഗരസഭയിലെ ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകനായിട്ട് തന്നെ എനിക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. 2021 എനിക്ക് ആദരവ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ കൂട്ടായ്മ, വരുമാ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് 32ഓളം കർഷകരെ യോജിപ്പിച്ചുകൊണ്ട് ഒരു 7 ഏക്കറിലധികം കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിരവധി അംഗീകാരങ്ങൾ പലപ്പോഴും നഗരസഭയിൽ നിന്നും കൃഷിഭവനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 10-20ഓളം കൃഷിയുണ്ട്. പച്ചക്കറി ഒരു വകയെല്ലാം ഉണ്ട് അല്ലേ? പച്ചക്കറി ഏകദേശം എല്ലാം ഉണ്ട്. പയറുണ്ട്, താലോരിയുണ്ട്, വെണ്ടയുണ്ട്, വഴുതിനയുണ്ട്, തക്കാളിയുണ്ട്, ഈവൻ ക്യാബേജ്, കോളിഫ്ലവർ, ഉള്ളി, വെളുത്തുള്ളി,
മഞ്ഞൾ, പൂവ, അങ്ങനെ എന്ന് വേണ്ട എല്ലാ പച്ചക്കറിയിൽ ഒട്ടുമുക്കാലും ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. ഇവിടെയുണ്ട്. പൊതുവേ ഈ പിന്നെ വെളുത്തുള്ളി, ഉള്ളി, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ പൊതുവേ കൃഷി ചെയ്യാതൊരു നമ്മുടെ കാലാവസ്ഥയിൽ പറ്റില്ല നമ്മൾ ധാരണ. പക്ഷേ ആ ധാരണ തിരുത്താൻ വേണ്ടി ഒരു പരീക്ഷണം ഞാൻ ചെയ്തിട്ടുണ്ട്. മോശമല്ലാത്ത രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് വിദേശത്ത് ജോലി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, എന്തായിരുന്നു ജോലി? ഞാനൊരു അക്കൗണ്ടൻ്റാണ്. ബേസിക്കലി ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്ത ആളാണ്. വിദേശത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തത്. ജോലി ചെയ്യുമ്പോഴും എനിക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ ആഗ്രഹം. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തു, നാട്ടിൽ സെറ്റ് ചെയ്തു. പിന്നെ കൃഷി ആദ്യം പോൾട്രി ഫാമാണ് ആരംഭിച്ചത്. അതിപ്പോഴും നടന്നു വരുന്നുണ്ട്. പിന്നെയാണ് ഈ കൃഷി മേഖല പച്ചക്കറി അങ്ങനെയുള്ള കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇവിടെ ഏകദേശം 500 കവുങ്ങും ഏകദേശം 600 വാഴ, പലതരം വാഴയുണ്ട്. അതൊക്കെ പ്ലാന്റ് ചെയ്ത് വളർന്നു വരുന്നുണ്ട്. വൃക്ഷങ്ങളെല്ലാം ഉണ്ട്. മത്സ്യകൃഷി മത്സ്യകൃഷിയുണ്ട്. മത്സ്യകൃഷി 3-4 തരം മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. പിന്നെ കാട അല്ലേ? കാടയുണ്ട്. കാട മുട്ടയുടെ വിതരണമുണ്ട്. അതെൻ്റെ അനിയനും ഏട്ടനും കൂടെ നടത്തുന്നു. 2-3 പശുവുണ്ട് എനിക്ക്. പശുവുണ്ട് അല്ലേ? അത് ഈ വളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രധാനമായിട്ടും ജൈവവളമാണല്ലോ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളത്തിൻ്റെ സ്വന്തം പശു ഉണ്ടായാലേ അത് നടക്കുള്ളൂ. പിന്നെ മക്കൾ 2 ആൺകുട്ടികളാണ്, ട്വിൻസാണ്. അവർ രണ്ടുപേരും ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഒരാൾ ഒരു വിദേശ കമ്പനിയിൽ പക്ഷെ നാട്ടിൽ തന്നെ ചെയ്യുന്നു. മറ്റേ ഒരാൾ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വിലക്ക് വാങ്ങിച്ചത്. ഇതിപ്പോ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായി? ഈ സ്ഥലം ഈ കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരു 4 റിസോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഹോം സ്റ്റേ ഇതേപോലത്തെ ചെറിയ കുടിലാണ്. ഈ പുറത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിപ്പിക്കാം. ഒരുപാട് ഐഡിയ ഉണ്ട്, മനസ്സിലായി. ഐഡിയ ഉണ്ട്. ചാണകം നല്ല സ്റ്റോക്ക് തന്നെ അല്ലേ? ഏതാന്ന് ഉരുളക്കിഴങ്ങ് ഏതാന്ന്? ഇത് വെളുത്തുള്ളി. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നടലുണ്ടോ പൊതുവെ? പരീക്ഷിക്കുന്നില്ലേ? ഭയങ്കര ഉരുളക്കിഴങ്ങ് ഏതാന്ന്? ഇത് ഉരുളക്കിഴങ്ങാ? അതെയാ. ഇതിന് കൊറേ കാലം വേണം. അതിന്റെ ഒരു 3 മാസം. ഓ അതെയാ. അപ്പൊ ഒന്നാ ഇല്ലാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് മുന്തിരിയാ? പേര വേഗാവും. ഇതല്ലേ പേര ഇതെല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഈ മണ്ണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തത് കുറച്ച് പണിയുണ്ട് അല്ലേ? ഇതിപ്പോ എന്ത് നടാൻ വേണ്ടിട്ടാണ്? അത് മഴയത്ത് നട്ടതാ? ആ പയറ് മഴയത്ത് നട്ടതാ? മഴ പോയതിന് ശേഷം? ഇതേതാ വള്ളി? കോവക്ക. എന്നാ ചെടി ടൈപ്പ് മണ്ണല്ലേ? ഇത് കാന്താരി അല്ലേ? കാന്താരി ആണെന്നത്ര അല്ലേ? ഓ അവിടെ ഉണ്ടല്ലേ. ഓ ഇത് നല്ല അടിപൊളി കാന്താരിയാന്നല്ലേ? വഴുതിനിങ്ങ നല്ല മോശമല്ലല്ലോ. വെത്തില്ല. അപ്പൊ ഒന്നും ഒഴിവാക്കിയില്ല അല്ലേ? അതെ ഇത് നല്ല ഇത് ചെറുതുണ്ട് അല്ലേ? ഇതിപ്പോ ഈടി ഏതാ ഇല്ലാതെന്നാന്ന് ഇപ്പൊ ചോദിക്കാൻ പറ്റും അല്ലേ? കാന്താരി എല്ലാ ടൈപ്പും. ഇത് പച്ചമുളക് നിങ്ങളെ സമ്മതിക്കണം. ഇത് അല്ലേ? കപ്പ ഒരു ഭാഗമുണ്ട് അല്ലേ?